ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലുതും മനോഹരവുമായ പൈതൃക നഗരമായ ജെജു ദ്വീപിന്റെ വിശേഷമാണ് അടുത്തത്. യുഎഇ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് നിരവധി ടൂറിസ്റ്റുകളാണ് ഈ ദ്വീപിലേക്ക് അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് പൈതൃക കാഴ്ചകളുടെ ഈ മനോഹര ദ്വീപ് അറിയപ്പെടുന്നത്. പ്രകൃതി ഭംഗി നിറഞ്ഞ ലോകത്തിലെ അപൂർവമാർന്ന പൈതൃക നഗരങ്ങളുടെ പട്ടികയിലാണ് ജെജു എന്ന ഈ കൊച്ചു ദ്വീപിന്റെ സ്ഥാനം. കൂറ്റൻ കുന്നുകളും പച്ചപ്പിൽ പൊതിഞ്ഞ പുൽമേടുകളും വെള്ളച്ചാട്ടങ്ങളും അരുവികളും ദ്വീപിന് പ്രത്യേക ഭംഗി പകരുന്നു. യുഎഇ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് ഈ ദ്വീപിലേക്കെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. 2017 വർഷത്തെ ആദ്യ 6 മാസം മാത്രം 10,000-ലധികം ടൂറിസ്റ്റുകൾ യുഎഇയിൽ നിന്ന് ഈ കൊച്ചു ദ്വീപിലേക്ക് മണിക്കൂറുകൾ യാത്ര ചെയ്ത് പറന്നെത്തി. മുൻ വർഷങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ 7% അധിക വളർച്ച നേടിക്കഴിഞ്ഞു. ഇതിൽ യുഎഇ ടൂറിസ്റ്റുകളുടെ മാത്രം കണക്ക് പരിശോധിച്ചാൽ 20% അധിക വളർച്ചയാണ് നേടിയിരിക്കുന്നത്. അതിനാൽ കൂടുതൽ യുഎഇ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള മികച്ച പദ്ധതികൾക്ക് തുടക്കം കുറിച്ചെന്ന് കൊറിയ നാഷണൽ ടൂറിസം ഓർഗനൈസേഷന്റെ ദുബായ് കേന്ദ്രമായ മാർക്കറ്റിംഗ് മാനേജരും മലയാളിയുമായ ഷഫീഖ് ഇബ്രാഹിം മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു. Jeju Tourism Organization is here in Dubai for the first time, and their objective here is to promote Jeju tourism. It is the second most popular destination for Arab tourists. After Seoul, Jeju has been gaining popularity. I think with their visit here, it might increase further. So we have a big press here. So I hope slowly people will get to know Jeju. So they have always combined Seoul, Jeju and Busan. So Jeju is standing number 2 for us. രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസയില്ലാതെ ജെജു ദ്വീപിൽ വന്നിറങ്ങാം. ഇപ്രകാരം ലഭിക്കുന്ന വിസ വഴി 30 ദിവസം വരെ തുടർച്ചയായി ദ്വീപിൽ താമസിക്കാം. എന്നാൽ യുഎഇ താമസ വിസയുള്ള ഇന്ത്യൻ സമൂഹത്തിന് 4 ദിവസത്തിനുള്ളിൽ ജെജുവിലേക്കുള്ള വിസ സ്വന്തമാക്കാനാകും. ഇത് സംബന്ധിച്ച വിസ നടപടികൾ ഏറെ എളുപ്പമാണെന്നും അധികൃതർ പറഞ്ഞു. ഇതിനിടെ ഗൾഫിലെ മരുഭൂമികളിലെ കൊടും ചൂടിൽ നിന്ന് മികച്ച കാലാവസ്ഥയുടെ ഈ മനോഹര തീരത്തേക്കെത്തുന്ന അറബ് ടൂറിസ്റ്റുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. One of the strong selling points is Jeju gives visa on arrival for 180 nationalities, and they get visa up to 30 days free of cost. So that is one of the reasons. And secondly, Cathay Pacific flies directly from here via Hong Kong to Jeju. So putting these two together, we are trying to promote Jeju for the first time. We had been promoting Korea, but Jeju, this is the first time they are here. ജെജു ദ്വീപിന്റെ രാജ്യാന്തര പ്രമോഷൻ നടപടികളുടെ ഭാഗമായി ദുബായിൽ ടൂറിസം സാധ്യതകളെ പരിചയപ്പെടുത്തിയ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ജെജു സ്പെഷ്യൽ ഗവേണിംഗ് മേഖലയും ജെജു ടൂറിസം ഓർഗനൈസേഷനും കൊറിയ ടൂറിസം ഓർഗനൈസേഷനും സംയുക്തമായാണ് ഈ പരിപാടി ഒരുക്കിയത്. ജെജു സ്പെഷ്യൽ ഗവേണിംഗ് മേഖലയുടെ വൈസ് ഗവർണർ സിയോങ് ടെ ജിയോൻ, ദുബായിലെ കൊറിയൻ കോൺസൽ നാംദ്യൂക് ഹിയോ, കൊറിയൻ അസോസിയേഷൻ, യുഎഇ പ്രസിഡന്റ് ജിയോങ് സൂങ് കിം തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊറിയൻ ഉപദ്വീപിലെ ഏറ്റവും വലിപ്പമേറിയ ഈ ഐലൻഡിനുള്ളിൽ ആധുനികതയുടെ അടയാളമായി ആഡംബര ഹോട്ടലുകളും റിസോർട്ടുകളും ഷോപ്പിംഗ് മാളുകളും നിലകൊള്ളുന്നു. കൂടാതെ മൗണ്ടൻ ഹല്ല കുന്നുകളും ഹാലിം പാർക്ക് വെള്ളച്ചാട്ടം, യാക്ചോൻസ ക്ഷേത്രം, ജെജു സ്റ്റോൺ സ്റ്റാച്യു പാർക്ക് എന്നിവയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. മെഡിക്കൽ ടൂറിസത്തിന്റെ വിശാല സാധ്യതകളും ഇവിടെ തുറന്നു കിടക്കുന്നു. ചെറുതും വലുതുമായ നിരവധി ഹോസ്പിറ്റലുകളും 800 മെഡിക്കൽ ക്ലിനിക്കുകളും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച മുസ്ലിം സൗഹൃദ ടൂറിസ്റ്റ് കേന്ദ്രമായും രുചിയേറുന്ന ഹലാൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കൊതിയൂറും ദ്വീപായും ജെജു അറിയപ്പെടുന്നു.